പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊഫൈൽ റൈറ്റിംഗ് എന്താ പ്രൊഫൈൽ റൈറ്റിംഗ് നോക്കിയാലോ? നമ്മളൊരു മഹാനായ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് തരും. അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ് പറയും. നമ്മൾ ഈ 7 6 7 8 9 10 ഇവിടെ അങ്ങോട്ട് കുട്ടികൾക്ക് അധികവും വരുന്ന ക്വസ്റ്റ്യൻ എന്തിനാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടാം. ഇതിന് മുമ്പ് ടീച്ചർ എങ്ങനെയാണ് പ്രൊഫൈൽ റൈറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ഹിന്ദി ടീച്ചറിന് മുന്നേ എനിക്ക് വീഡിയോയിൽ ചേർത്താം. ആരെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രൊഫൈൽ എടുക്കുന്നത്? ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. ഏതാണോ വ്യക്തി, ഏതൊരു വ്യക്തിയെ കുറിച്ചാണ്, ഉദാഹരണത്തിന് മുഹമ്മദ് ബഷീർ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു മഹാനായ വ്യക്തിയാണ് ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ 3 ആണെങ്കിൽ അവരുടെ പേര് ഏറ്റവും ടോപ്പിൽ നമ്മള് പേപ്പറിന്റെ ഏറ്റവും ടോപ്പിലെ നടുവിൽ ഒരു മിഡിൽ ആയിട്ട് വലിയ അക്ഷരത്തിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യാം, പേര് എഴുതുക. ഓക്കെ, ടൈപ്പ് ചെയ്യുക. ആ വ്യക്തിയുടെ പേരാണ് കൊടുത്തിട്ടുണ്ടാവും. എപിജെ അബ്ദുൽ കലാം, ഡോക്ടർ എപിജെ അബ്ദുൽ കലാം. നെയിം ഓഫ് ദ പേഴ്സൺ എന്നുള്ള ആളുടെ പേര് കൊടുക്കും, ഡോക്ടർ എപിജെ അബ്ദുൽ കലാം എന്നെഴുതാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മളോട് 15 ഒക്ടോബർ 1931 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡേറ്റ് 15 ഒക്ടോബർ എന്നുള്ള ഡേറ്റും മന്തും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓൺ. ഇവിടെ ശ്രദ്ധിക്കാം, ഓണും ഇന്നും കൊടുക്കാറുണ്ട്. വാസ് ബോൺ ഓൺ അഥവാ വാസ് ബോൺ ഈ എന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ വാസ് ബോൺ ഓൺ ആണെങ്കിൽ എപ്പോ വരുമ്പോ ഡേറ്റും മന്തും വരുന്ന സമയത്ത് ബോൺ ഓൺ. അതാണ് ടീച്ചറുടെ നീല ചോക്കോൺ എഴുതി വെച്ചത് ബോൺ ഓൺ എന്നാണ്. കാരണം 15 ഒക്ടോബർ 1931 ആയിരുന്നു. ഇനി ഉദാഹരണത്തിന് ഇവിടെ വെറും ഇയർ മാത്രമാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്, വെറും 1931 മാത്രമാണ് കൊടുത്തിരുന്നത് എങ്കിൽ ഞാൻ എങ്ങനെ എഴുതണമായിരുന്നു? ഇൻ 1931 എഴുതണം. എങ്ങനെ? ഇൻ 1931 എന്ന് എഴുതണമായിരുന്നു. അപ്പോ ഓൺലി ഇയർ മാത്രമാണെങ്കിൽ എന്ത് കൊടുക്കുക? നമ്മളെ ഇൻ കൊടുക്കുക. ഉദാഹരണത്തിന് 12th March ആണെങ്കിൽ was born on 12th March, was born on 20th May, was born on 6th June. അങ്ങനെ ദിവസവും അതുപോലെ അതിന് മന്തും ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കണം? ഓൺ കൊടുക്കാം. ഇനി ഇന്നാണെങ്കിൽ ഈ ആണെങ്കിൽ കൊടുക്കണം, ഇന്ന് കൊടുക്കാം. 1931 ആണെങ്കിൽ ഈ 1931, ഈ 1925, ഈ 1916 എന്ന് കൊടുക്കും. ഓക്കെ, അത് ക്ലിയർ. നെക്സ്റ്റ് 1931. ഓക്കെ, ഇനി അടുത്ത വേറെ ഒരു കാര്യമാണ് നമ്മുടെ സ്ഥലം. ജനിച്ച സ്ഥലം പറയുമ്പോൾ എപിജെ അബ്ദുൽ കലാമിന്റെ സ്ഥലമാണ് രാമേശ്വരം, തമിഴ്നാട്. രാമേശ്വരം തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് രാമേശ്വരം. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സ്ഥലങ്ങൾക്ക് മുന്നേ നമ്മൾ എന്ത് പറയണം? ഇന്ന് പറയണം. ഓക്കെ, അപ്പൊ കേരളയാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? അറ്റ് കേരള എന്ന് കൊടുക്കും. ഇല്ല, ഇൻ കേരള എന്ന് പറയും. ചെറിയ സ്ഥലങ്ങൾക്കാണ് അറ്റ് കൊടുക്കും. അപ്പൊ ഇതാ ഇങ്ങനെ പറയാം, അറ്റ് രാമേശ്വരം. രാമേശ്വരം എന്നാണ് തമിഴ്നാട്ടിലുള്ള സ്ഥലമായതുകൊണ്ട് അറ്റ് രാമേശ്വരം ചെറിയ സ്ഥലമാണ്. അപ്പൊ അവിടെ അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട്. വലിയ വലിയ സ്ഥലങ്ങൾ, കൺട്രീസ്, സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കും മുന്നേ ഇന്ന് കൊടുക്കും. ചെറിയ ചെറിയ ലോക്കൽ പ്ലേസുകളിലേക്ക്, ലോക്കൽ ബോഡീസിലേക്ക് എന്ത് കൊടുക്കും? അറ്റ് കൊടുക്കും. അത് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ടീച്ചറുടെ നിയമം എഴുതുന്നത് അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട്. നെക്സ്റ്റ് വരുന്നത് അദ്ദേഹത്തിന്റെ പാരന്റ്സിനെ പരിചയപ്പെടുത്തണം. ഹിസ് പാരന്റ്സ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഹിസ് പാരന്റ്സ് were ജെയിൻ ആബ്ദി ആൻഡ് അഷ്റഫ. ഇവിടെ ഹിസ് പാരന്റ്സ് were എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയതുകൊണ്ട്, അദ്ദേഹത്തിന്റെ പാരന്റ്സ് മരണപ്പെട്ടു പോയതുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? എന്നാൽ ആ പാരന്റ്സ് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് കൊടുക്കണം? പാരന്റ്സ് എന്താണ്? അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അവർ എന്ത് കൊടുക്കണമായിരുന്നു? കൊടുക്കണം. മരണപ്പെട്ടു പോയ വ്യക്തിയായിരുന്നാണ് വേറെ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊഫൈൽ അവർ മരണപ്പെട്ടുകൊണ്ടാണ്, എപിജെ അബ്ദുൽ കലാമിന്റെ പാരന്റ്സ് മരണപ്പെട്ടുകൊണ്ടാണ് വേറെ വരുന്നത്. വേറെ ജലീൽ അബ്ദീൻ ആൻഡ് ആഷിഖ. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ കാര്യം അതിൽ കൊടുത്തിട്ടുണ്ടാവും. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി 1954. ഇത് ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫോം ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുതിയിട്ടാണ്, അതാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഫൈലിലേക്ക് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നോക്കുന്നത്.
famous works. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തരുന്നത് വർക്ക്സ് ആണ്. ഒന്നുകിൽ ബുക്സ് അല്ലെങ്കിൽ വർക്ക്സ്. അപ്പോൾ ഈ ബുക്സ് വർക്ക്സ് ഒരു കാര്യം തന്നെയാണ്. ഇതിന് കൃതികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബുക്സ് ഇവിടെ തന്നെ ബുക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ വർക്ക്സ് ഏതൊക്കെയാണ് നോക്കുക. ഈ വർക്ക്സ് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതേണ്ടത്? ഹിസ് ഫേമസ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ഒരുപാട് ഹിസ് ഫേമസ് വർക്ക്സ് ആർ Wings of Fire, India 2020 and Ignited Minds. And Ignited Minds എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നെണ്ണം വരുന്നതോടെ ആദ്യം രണ്ടെണ്ണം നമ്മൾ എങ്ങനെ എഴുതും? വിങ്സ് ഓഫ് ഫയർ ഇതിനെ ചൊല്ലി എന്നിട്ട് ലാസ്റ്റ് ചെയ്യണം ആൻഡ് ഇവിടെ തന്നെ പ്രത്യേകം കാണാൻ സ്പെസിഫൈ ചെയ്തിടണം. ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇതാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ് വരുന്ന കാര്യം. അതിനുശേഷം ഇഗ്നൈറ്റഡ് മൈൻഡ്സിന് ശേഷം വരുന്നതാണ് അടുത്ത അവാർഡ്സ് ആണ്. അദ്ദേഹം സ്വീകരിച്ച അവാർഡ്സ് അവാർഡ്സ് എഴുതണം. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് അദ്ദേഹം ഒരുപാട് അവാർഡ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്ത് കാരണസ് ആണ്. ആ ഒരു അവാർഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡിംഗ് എന്നാണ് കൊടുത്തത്. ഇൻക്ലൂഡിംഗ് ഏതൊക്കെ ഭാരതരത്ന ഇവിടെ കണ്ടോ ഇയർ ക്വസ്റ്റ്യനിൽ ഭാരതരത്ന 1997 എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 1997 ഭാരതരത്ന in 1997 കാരണം എന്താ ഇയർ ആണ്. ഇയറിന്റെ മുന്നേ ഇങ്ങനെയാണ് മാറ്റിയത്. ഈ 1997 പത്മഭൂഷൺ ഈ 1981 പത്മവിഭൂഷൺ ഈ 1990. അപ്പോൾ എല്ലാം നമുക്ക് എഴുതിയാൽ ഇയർ ഇവിടെ കണ്ടാൽ അത് തന്നെ എഴുതാം. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡെത്തിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ. ഒന്ന് ഈ ഡൈഡ് ഓർ എന്നെഴുതും. അത് ഡൈഡ് അല്ലെങ്കിൽ വേറൊരു കാര്യം എഴുതുന്നത് ഈ പാസ്ഡ് എന്താണ് പാസ്ഡ് എഴുതും. ഇതിവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫൈലിൽ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടാവുന്ന പ്രൊഫൈല് ആ 2000 മനസ്സിന് ശേഷം ഇവിടെ എഴുതിയത് ആ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. ഇത് ഈ പാസ്ഡ് വരുന്നത് ഇവിടെ ഈ ഡൈഡ് ഓൺ പകരം വേണ്ട ഒരു കാര്യമാണ്. ഡെത്തിൽ വരുമ്പോൾ നമ്മൾ ഡൈഡ് ഓൺ എന്ന് പറയും. അല്ലെങ്കിൽ ഈ പാസ്ഡ് എന്ന് പറയും. അപ്പോൾ ഈ പാസ്ഡ് എവിടെയാണ് എഴുതിയത്? ഈ പാസ്ഡ് എവിടെ on 27 July 2014 at Shillong in Meghalaya. അല്ല ഇനി ഇത് പാസ്ഡ് എവിടെയാണ്? ഡൈഡ് എഴുതിയാൽ കുറച്ചുകൂടി വെറൈറ്റിക്ക് കുറച്ചുകൂടി മോഡേൺ ആണ്. കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പാസ്ഡ് എഴുതാറുണ്ട്. അപ്പോൾ ഈ ഡൈഡ് ഓൺ എന്ത് ചെയ്യാം? ഇവിടെ ഓൺ വരെ കാരണം നമ്മൾ പഠിച്ചു. ഡേറ്റും വന്നു 27 July ഓൺ വന്നത് 2015. ഇനി ഓൾറെഡി ഇയർ മാത്രമാണെങ്കിൽ ഈ 2015 ആണ് വരിക. at Shillong ഷില്ലോങ്ങിന്റെ മുന്നേ അച്ഛൻ കാരണം മേഘാലയയിലെ ചെറിയ സ്ഥലമായിരുന്നു at Shillong in Meghalaya. മേഘാലയ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരുന്നു in Meghalaya ആയിരുന്നു. ഓക്കെ പിന്നെയാണ് പ്ലേസിലും അതുപോലെ ജലന സ്ഥലത്ത് മോർണിംഗിന് പിന്നെ വാസു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവാർഡ്സ് his famous works are received many awards like അല്ലെങ്കിൽ including